നിങ്ങൾക്ക് വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇസ്രായേലിക്ക് ജോലിക്ക് പോയിരിക്കുന്ന ഒരുപാട് പേരുടെ വ്ളോഗുകളൊക്കെ കാണാം. അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലികളെക്കാളും വലിയ ഇസ്രായേൽ സയനിസ്റ്റുകളായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഇവരൊക്കെ പലരും ക്രിസ്ത്യാനികളായിരിക്കും, മറ്റു പല മതത്തിലും പെട്ടവരാവും. ഞാനൊരു ഒരു ഒരു ക്രിസ്ത്യൻ നേഴ്സിന്റെ സംഭവം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഒരു അമർഷമൊക്കെ തോന്നുമെങ്കിലും ഇവരെ എന്താണ് ഭരിക്കുന്നത് എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. അവര് വലിയ തോതിൽ ഇസ്രായേൽ നടത്തുന്നത് ഒരു വിശുദ്ധ യുദ്ധമാണെന്നും ഇതോടുകൂടി ജിഹാദികൾ ലോകത്തില്ലാതാവുമെന്നൊക്കെ അവർ പറയുകയാണ്. അതുകൊണ്ട് യഹൂദരെ തൊട്ടാൽ എന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുകയാണ്. യഹൂദർക്കെതിരെ ഏറ്റവും കൊടിയ ക്രൂരതകൾ കാണിച്ച ലോക സമൂഹം ഏതെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു. നമ്മൾ ചരിത്രം നോക്കിയാൽ ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ കൊന്നത്ര യഹൂദരെ കൊന്നതായി നമുക്ക് ലോകത്തെവിടെയും മറ്റൊരു ജനതയെയും പറയാൻ പറ്റില്ല. അപ്പൊ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നേതാവുണ്ട്. മാർപ്പാപ്പയെ വിമർശിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ രംഗത്ത് വരുന്നത്. ഇപ്പൊ ലൂതർ അന്ന് രംഗത്ത് വരുമ്പോ ലൂതർക്ക് ചില പ്രസക്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൂതർ പാപ്പയുടെ അധികാരത്തെ, പോപ്പിന്റെ അധികാരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. ലോകത്തെമ്പാടും സമാരാധ്യനായ ഒരു നേതാവും ഒരു ആത്മീയ നേതാവാണ് മാർട്ടിൻ ലൂതർ. പക്ഷെ മാർട്ടിൻ ലൂതർ അക്കാലത്ത് തന്നെ ജൂതരും ജൂതരുടെ 10 നുണകളും